ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, അറൗണ്ട് വേൾഡ് അബ്ദുലാണ്. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സഫാരി പാർക്കിലാണ്. വളരെ പ്രശസ്തമായ ഒരു പാർക്കാണ്. ദുബായിലെ ഏറ്റവും വലിയ സൂ ആണ്. ഒരുപാട് അനിമൽസൊക്കെ ഉള്ള ഒരു പാർക്കാണ് സഫാരി പാർക്ക്. അപ്പോൾ നമ്മൾ അവിടെയാണുള്ളത്. ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. നമ്മൾ സുഹൃത്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവനും ഫാമിലി വരുന്നുണ്ട്, നമ്മളും നമ്മുടെ ഫാമിലി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഓക്കെ, ദുബായിലെ സഫാരി പാർക്കിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളുണ്ട് ഇവിടെ. അവരെക്കുറിച്ചൊക്കെ പല പല ഇൻഫോർമേഷനുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ ചെയ്ത വീഡിയോയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ വളരെ സജ്ജീകരണങ്ങളോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ഒരു പാർക്കാണ്. ഇവിടുത്തെ കാലാവസ്ഥ പോലും നിയന്ത്രിച്ചിട്ടുണ്ട്. അത് നമുക്ക് അകത്ത് പോയി കാണുമ്പം നമുക്ക് മനസ്സിലാവും. അതിന് കൂടുതൽ വിശേഷങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുകളൊക്കെ ഞാൻ പറയുന്നതാണ്. Hi dear friends, I hope you're very well and safe. Today I'm going to make a video from Dubai Safari Park. Yes, it's really amazing park and amazing zoo because it's a huge park. There's a many kind of animals and birds and bird shows and really nice visuals. I will show you everything. Okay, please stay with me. കണ്ടില്ലേ, ഈ ഒരു ചെറിയ അനിമൽ എന്താണെന്നറിയോ? ഇതാണ് ഗിനി പിഗ്. ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് മരുന്നുകളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ശരീരത്തിലാണ് കുത്തിവെക്കുന്നത്. അപ്പോൾ നമ്മൾ എൻട്രൻസ് കഴിഞ്ഞു, ഇങ്ങ് അകത്തോട്ട് കയറി. ഇനി കാഴ്ചകളുടെ ഒരു ലോകമാണ്. ഒരുപാട് വിശേഷങ്ങളും കൺകുളിർപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്കൊന്നങ്ങ് നടന്നു നീങ്ങാം, അല്ലേ? ഇതാണ് ശരിക്കും സഫാരി പാർക്കിൻ്റെ ഒരു മാപ്പ്. ഇതിലെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ മൃഗങ്ങളാണ് ഇവിടെ ഉള്ളത് അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമുക്ക് പ്രത്യേക തരത്തിലുള്ള വാഹനങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. കാരണം ഇവിടുത്തെ മൃഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് അങ്ങ് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ നടന്നു പോകുവാനൊന്നും പോസിബിൾ അല്ല, അവിടെ ആക്സസ് ഇല്ല. ഈ ചെറിയ പാർക്ക് ഭാഗങ്ങളിൽ അതുപോലെ പക്ഷികളുടെ ചില ഭാഗങ്ങളുണ്ട്, പക്ഷികളൊക്കെ ഉള്ള അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ആക്സസ് ഉണ്ട്. അതല്ലാത്ത മൃഗങ്ങളുടെ ഏരിയയിലേക്ക് നമുക്ക് പോകുമ്പോൾ അവിടെ പ്രത്യേകം അതിനായിട്ടുള്ള വാഹനങ്ങളിൽ മാത്രമേ നമുക്ക് പോകാൻ കഴിയൂ. കണ്ടില്ലേ, ഇതിവിടെ ഇങ്ങനെ ഒരുപാട് ഫാനുകളുണ്ട്. ഇങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്യുന്ന കുറേ ഫാനുകളുണ്ട്. ഇങ്ങനെയുള്ള ഫാനുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കാലാവസ്ഥ ക്രമീകരിക്കുന്നത്.
കാണുന്ന ബസ്സുകളിലാണ് ഇനി നമ്മൾ അകത്തോട്ട് പോകുന്നത്. ഈ ബസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സുകളൊന്നും നമുക്ക് ഓപ്പൺ ആക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പോകുന്നത് വന്യമൃഗങ്ങളുടെ ഇടയിലൂടെയാണ്. ഇനിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ഗൈഡ് പറയും. Ladies and gentlemen, I'll be your guide today, Faith, and our captain here. We are going to help you through the trip. I'll want to remind you some of the safety rules. 1, we should put on our masks. 2, don't use the flashlights, but you can take the photos, it's allowed. 3, don't knock on the windows because this might disturb the animals. And the kids should have someone to watch over them for their own safety. So the first animal that you're going to see is the third largest mammal. The third largest land mammal. So does anyone have an idea? Anyone? Zaimon, give answer. Close. It's a land mammal. A land mammal. Yeah, good. Thank you. So the first animal is a common hippo. A common hippo. So it's semi-aquatic. It stays both in water and on land. It can stay for up to 16 hours in water. It has a very sensitive skin. Hence, it produces an acid that acts as a sunscreen and also for it to protect its skin. Here inside we have 2 female, bullseye and arrow. Its kilo, it's 1,500 to 1,800 kilograms. They are herbivorous. I'll help you locate them. Hippopotamus. Yes, a common hippo. As we had said, they stayed for 16 hours. You can see over there on your right hand side. You can see a reflection actually on your right hand side. As you see it on your right hand side. It's on your right hand side and also on your left hand side you can see that. For the glossy ibis, as you can see it has shiny feathers. So they move in a V formation. This is to help the wind not to slow them down. You've seen it? This one, the white one. On your right hand side, it uses its bill to take the fish from the shallow waters. It acts as a spoon actually. So it helps it to get bigger fish unlike the other birds with curved beak. Land mammal. You can also see the zebra, but it's on a far, it's very far, but near you can see the tallest land mammal, the giraffe on your left hand side. Yeah, you can see the giraffe. In our next exhibit, we are going to see a certain animal that we share 90% of our DNA. Can you imagine? We share 90%. It's from the same family, so we are going to see the Hamadryas baboon. Yeah, the Hamadryas baboon. We share with them 90% DNA. Yeah, so we're like relatives. So they are omnivorous. They eat both veggies and meat. So here in our park, we give them boiled eggs. We give them small pieces of chicken and vegetables. We have 81 of them here. So they live in a group called a troop. But if they have an alpha, of which in our park we have an alpha, that is called a one-man unit. So there are so many, so you'll be able to take enough pictures and you'll be able to see them. They are baboons, Hamadryas baboons. In Asia, they are only found in Saudi Arabia. Trees, these ones are found around cliffs, you can see them. They are very aggressive and they can't swim. On your right hand side, the big one, can you see the alpha? It's shaking its head. Can you see the alpha? On your right hand side, the biggest. Yeah, yes. They clean each other. This is a social activity that keeps them together. Yes, that is called grooming. In our next exhibit,
it, we are going to see animals that are found in Africa. So let me ask you, when you hear Africa, which animal comes in your mind? A lion, okay. A buffalo, okay. Any other? Pardon? Any other animal? When you hear Africa. Pardon? The what? Dog? Oh, birds? No. Animals, not birds, the animals. Any idea? Okay, I'll give you a clue, okay? It's black and white, one of it. Yeah, zebra, you see? Another one is the tallest land mammal. This gate have some problem. Okay, they're going to calling the technician. We have to wait here with little time. But it's now better, and now we're going to the African mix. So here you're going to see all the animals that are found in Africa. We have the zebra, we have the giraffe, we have the Civetahorn oryx, we have the impala, and I'll help you locate all of them. We have the ostrich. So yes, you are correct. See different animals. You see the bird, the beautiful bird. That's called the black and gray crowned crane. We also have the antelope with white stripes. That's the greater kudu. Near you with a brown coloration on its neck, that is called a Civetahorn oryx. So I'll go back to the zebra. Which is the color of the zebra? A color. Not colors, I'm asking a color. The zebra, so the zebra have unique patterns, all of them. So when they come together, they only form the black color, which becomes so hard for the predator to see. So they use their color for camouflage. Okay? Yeah, and for the giraffe, The zebra color is black. yeah, if you're told to choose one, it's black. When we come to the giraffe, it has the largest heart, 2 meters, 11 kilograms. Do you know why? It's in order to increase the pressure to pump the blood to its brain, because it has a very long neck. Yes. Just like us, it has 7 vertebrae at the neck, but the difference is each vertebrae is elongated 11 centimeter each. So we have on your left the Civetahorn oryx. Has anyone ever heard of the unicorn? The unicorns, yes? Yeah. So there is a myth that it says that it is the forefather of the unicorns. Do you know why? Because when you look at it from the side view, you can only think that it has one horn. So stories came, and that's when the unicorn was named. Here you have the female greater kudu. And the male one with spiral horns. You can see that? That is the greater kudu, is the largest antelope after the common eland and the giant eland. So here you have the mouflon sheep, also known as the wild sheep, on your left hand side. Its body and hooves is made in a way that it can move in terrain, sandy areas. You're also going to see the ostrich, the largest and fastest two-legged bird, which is flightless. The black one is the male, the gray one is the female. And the smaller antelopes you're seeing over there, that is called a springbok, is the fastest antelope in Africa, running at a speed of 90 kilometers per hour. And also near our gate, we have the beautiful birds, the black and gray crowned crane. The black one, it's the national bird of Nigeria, and the gray one is the national bird of Uganda. So you'll mostly see the gray one standing with one leg. In Uganda, they say it's a symbol of moving forward for the country. This is the bird that is found on the Ugandan flag, the gray crowned crane. So there is brown, there is white.
So here you're going to see the brown, African brown lion. We have 9 of them and all of them are male. Yeah. Did you know that the lion is actually the laziest cat of them all? Yes, because it sleeps for 16 to 20 hours a day. So the lioness does most of the hunting while the lion is sleeping. Actually, they are called bullies because the cheetahs, the tigers will do the hunting, then they'll bully them and get the prey from them. Yes. I'll help you locate them, don't worry. They hunt in a group. A group of male is called a coalition, but male and female, that's a pride. Their row can be had up to 8 kilometers. So mostly they stay on your right hand side. Yes, on your right hand side. Their head and neck, that is called a mane. It helps them during fighting. Attraction for the lioness. Yeah, it's used to attract the lioness. But that's not actually starvation because we provide enrichment for them. So we give them 5 to 7 kilograms of either chicken, mutton or beef. Yeah. We feed them in the evening. In the next exhibit, you're going to see 2 types of animals. One of them, sadly, it's endangered, and we only have two remaining in Ole Pujeta in Kenya, female, and the ones that the southern white rhinos now are endangered. This is because people are killing them for their horns, so they are reducing in numbers. So the importance of a place like this one, we are conserving them so that even while they grow extinct in the world, we can reintroduce them to the world in the future. So this is one of the reasons why we should conserve our environment so that even our kids can be able to see the beautiful animals that we are about to see. നമുക്കിനി ഒരുപാട് വിശേഷങ്ങൾ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അടുത്ത പാർട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് കണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കാരണം നിങ്ങളുടെ ഓരോ സജഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സീ യു സൂൺ, ബൈ.